നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മളത് ജമ്പ് സ്റ്റാർട്ട് ചെയ്യും. ജമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സഹായത്തിന് വരുന്നൊരു ഡീസൽ വാഹനമാണ്, പക്ഷേ നമ്മുടെ ഒരു പെട്രോൾ വാഹനമാണ്. അങ്ങനെ ആ ഡീസൽ വാഹനത്തിൻ്റെ ബാറ്ററി യൂസ് ചെയ്ത് നമ്മുടെ പെട്രോൾ വാഹനം ജമ്പ് സ്റ്റാർട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരം ചോദ്യമൊക്കെ ചോദിക്കുന്ന സബ്സ്ക്രൈബറാണ്, ശബരീഷാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് രാകേഷ്, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിൻ്റെയാണ്. മൈ കാർ സ്വിഫ്റ്റ് ഡീസൽ ആൻഡ് മാരുതി 800 ബോത്ത് സർവീസ്ഡ് അറ്റ് ഇൻഡസ് ട്രിവാൻഡ്രം ഇൻ ട്രിവാൻഡ്രം. ഇറ്റ്സ് സർവീസ്ഡ് ബൈ അജയൻ ഫോർ ദ ലാസ്റ്റ് 15 years ആൻഡ് ഹീ ഈസ് വെരി ഗുഡ്. ഓക്കെ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ സ്ഥിരം ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ അസുഖങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ആ സർവീസ് അഡ്വൈസർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, I am having a doubt not related to this video and it's regarding jump starting. Currently I am using Swift Diesel 2010 which is using 65Ah battery. Just example, my car got stranded in the middle of a road due to a battery issue and a person with a Fortuner came there to help me using jump start cable. Will it create any issue to my battery or starter motor or any other sensors in my car? Since Fortuner is using a 85Ah and my car is using 65Ah. Similarly, the other way around. Can you get the help from an Alto car using a 35Ah battery? Will it create any issue to the donor car? It would be great. യു ക്യാൻ എക്സ്പ്ലെയിൻ ദിസ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലർക്കും ഈ ഒരു കാര്യം സംശയം വരും. കാരണം ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം പോലെ തന്നെ ഡീസൽ വാഹനം യൂസ് ചെയ്യുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു പെട്രോൾ വാഹനം യൂസ് ചെയ്യുന്നൊരു വ്യക്തിയുടെ ബാറ്ററി ഡൗൺ ആകുമ്പോൾ ഒരു ഡീസൽ വാഹനമുള്ളൊരു വ്യക്തി വന്ന് സ്റ്റാർട്ട് ചെയ്ത് തരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം 12 വോൾട്ട് ആണോ എന്ന് മാത്രം ഒന്ന് കൺഫേം ആക്കുക. അതായത് കാറിലെല്ലാം ഒരു 90%, 99% ഞാൻ പറയുന്നത് 90% 12 വോൾട്ട് ബാറ്ററി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി ലോറി അല്ലെങ്കിൽ വലിയ വലിയ വാഹനങ്ങളിലൊക്കെ വരുന്ന സമയത്ത് 24 വോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സാധാരണ വാഹനങ്ങളുടെ കാര്യം, ഒരു 12 വോൾട്ടിൻ്റെ കാര്യം പറയാം. ഇതെല്ലാം 12 വോൾട്ടാണ് വരുന്നത്. AH എന്ന് പറയുമ്പോൾ ആംബിയർ അവറാണ്. അതായത് വർക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ അതിൽ നിന്ന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന പവർ കൂട്ടുക അല്ലെങ്കിൽ അത്തരം സമയം കൂട്ടുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു AHൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ ബാറ്ററിയുടെ ലൈഫ്, അല്ല ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് വാഹനം ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓഫായിരിക്കുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ ആ ഹെഡ്ലൈറ്റ് ഏകദേശം ഒരു 8 മണിക്കൂറോളം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു 35Ah ഒരു പെട്രോൾ വാഹനത്തിൻ്റെ ബാറ്ററിയിലാണെന്നുണ്ടെങ്കിൽ, ഒരു 65Ah ഒരു 16 മണിക്കൂർ നേരെ ഇരട്ടി അത്രയും കൂടെ പവർ അതിൽ ഉണ്ട്. പവർ എന്ന് പറഞ്ഞാൽ അത് കൺസ്യൂം ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അതുകൊണ്ട് ജമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കേസ് ഒന്നും തന്നെ ഇല്ല. ധൈര്യമായിട്ട് തന്നെ നമുക്ക് ജമ്പ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ആ ഒരു ബാറ്ററി യൂസ് ചെയ്ത് നമ്മുടെ വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓടിച്ചോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷേ നമ്മുടെ വാഹനത്തിൻ്റെ വയറിങ് കിറ്റും കാര്യങ്ങളൊക്കെ ഉരുകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. കാരണം പവർ അതിൽ നിന്ന് കൂടുതലാണ് വരുന്നത്. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത് ഉരുകാനുള്ള ടെൻഡൻസിയൊക്കെ കൂടുന്നത്. ഉടനെ അല്ല, വളരെ കാലക്രമേണ മാത്രമേ വരത്തുള്ളൂ. പിന്നെ ഇനി ഒരു ചെറിയ ബാറ്ററിയിൽ നിന്ന് വലിയ ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒരു ഡീസൽ വാഹനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്കൊരു പെട്രോൾ വാഹനം മാത്രം കയ്യിലുള്ളൂ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ജമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് തൽക്കാലം യൂസ് ചെയ്യാൻ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡോണറിൻ്റെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് തന്നെ ജമ്പർ കേബിൾ യൂസ് ചെയ്ത് നമ്മുടെ വാഹനം ഫുൾ ഡെഡ് ആണെങ്കിൽ ഒരു കാരണവശാലും നടക്കത്തില്ല. ചെറിയ രീതിക്കെങ്കിലും ക്രാങ്കിങ് നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാത്രം സാധിക്കത്തുള്ളൂ. പക്ഷേ ഒരു കാരണവശാലും ഞാനത് അങ്ങനെ റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ഫുൾ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പെട്രോൾ വാഹനം അല്ലെങ്കിൽ ഒരു 35Ah ഉള്ള വാഹനത്തിൽ നിന്ന് നമ്മുടെ ഒരു 65Ah ഉള്ള വാഹനത്തിലോട്ട് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ചെറിയ രീതിക്കെങ്കിലും നമ്മുടെ വാഹനത്തിൽ ക്രാങ്കിങ് ചെയ്യാൻ പറ്റുമെന്ന്, അതായത് ഒരു വലിഞ്ഞെങ്കിലും ക്രാങ്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആ ബാറ്ററിക്ക് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് ഇനി വേറെ വലിയ സംശയങ്ങളൊന്നും ആർക്കും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇടുക.